ഹായ് ഗായ്സ്, വെൽക്കം ടു സ്കിൽ പീഡിക. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഇപ്പോൾ നമ്മളവിടെ സ്കിൽ പീഡികയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സ്റ്റുഡൻസിന്. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരും അല്ലാതായിട്ട് നമുക്ക് വരുന്ന മെസ്സേജസിലൊക്കെ ഈ കാണുന്ന ഗ്രാഫിക് ഡിസൈനിങ് പോസ്റ്റേഴ്സ് ആണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതോ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ആഡ്സ് മാത്രമാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ ക്ലിയർ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മറ്റ് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു പ്രോസസ്സാണ്. നമ്മളെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് അഥവാ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റഗ്രാം ആവാം, യൂട്യൂബ് ആവാം, ഇതിലേത് പ്ലാറ്റ്ഫോമിലും നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ വെരി സിംപ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾക്കൊരു ഷൂ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് കൂട്ടിക്കോളും. നിങ്ങൾ ആ ഷൂ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്യുന്നു, നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, മേ ബി അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ ഫീഡിലേക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളുടെ യൂട്യൂബിലൊക്കെ ആ ഷൂ ബ്രാൻഡിൻ്റെയോ സിമിലർ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡ്സിൻ്റെയൊക്കെ ആഡുകൾ നിങ്ങളെ തേടി വരുന്നു. എങ്ങനെയാണത് വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് നിങ്ങളെ തേടി നിങ്ങളെ ഫീഡിലേക്ക് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു പോപ്പുലറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. ഇതുപോലെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ആഡുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മേജർ സെഗ്മെൻറ്റ് മാത്രമാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ പില്ലേഴ്സും സെഗ്മെൻറ്റ്സും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇത്ര അധികം സ്കോപ്പും ഇന്നത്തെ കാലത്തുള്ളത്. ഒരൊറ്റ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കരിയർ ഓപ്ഷൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിലുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്കിൽ പീഡികയുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും.